ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭാവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം അഹിംസാധർമ്മം. യാതൊരു പ്രാണിയുടെയും ശരീരത്തിനോ പ്രാണനോ ചേതസ്സിനോ മനസാ വാചാ കർമ്മണ ഉപദ്രവമുണ്ടാക്കാതിരിക്കുക എന്നതാണ് അഹിംസ. പ്രിയരെ, മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഉത്കർഷത്തിനായി 5 ധർമ്മങ്ങൾ ആചരിക്കപ്പെടേണ്ടതുണ്ട്. ഈ സാമാന്യ ധർമ്മങ്ങളെ അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം എന്നിങ്ങനെ സംഗ്രഹിച്ചിരിക്കുന്നു. പഞ്ചധർമ്മങ്ങൾ എന്ന് പ്രസിദ്ധമായ ഈ ധർമ്മങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് അഹിംസയാണ്. അഹിംസാധർമ്മം ആചരിച്ച് ജീവിതത്തിന്റെ പരമമായ അവസ്ഥയായിരിക്കുന്ന മോക്ഷത്തെ പ്രാപിച്ച മഹാത്മാവാണ് ശ്രീബുദ്ധൻ. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ധർമ്മമാണ് അഹിംസയെന്നത്. ഒരു പ്രാണിയുടെയും ദേഹത്തിനോ പ്രാണനോ മനസ്സിനോ യാതൊരു പ്രകാരത്തിലുമുള്ള ഉപദ്രവങ്ങളോ മറ്റെന്തെങ്കിലും വിഷമസ്ഥിതിയോ ഉണ്ടാക്കാതിരിക്കുകയെന്നതാണ് അഹിംസ. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യാതൊന്നിനും പീഡനമോ ദുഃഖമോ ഉണ്ടാക്കാത്ത നിലയിൽ അഹിംസാധർമ്മത്തെ പാലിക്കുന്നവൻ സർവരിലും വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്നു. എല്ലാ പ്രാണിവർഗങ്ങളും അഹിംസാനിഷ്ഠ തുല്യങ്ങളാണ്. ഒന്നിനോടും പ്രത്യേക മമതയോ നിർമ്മമതയോ ഇല്ല. ധർമ്മങ്ങളിൽ വെച്ച് ആചരിക്കുവാൻ ഏറെ പ്രയാസമുള്ള ഒരു ധർമ്മമാണിത്. അതുകൊണ്ട് തന്നെ അഹിംസാ പ്രവണത ഒരു മാഹാത്മ്യമായി സമസ്ത ജീവജാലങ്ങളും ആദരിക്കുന്നു. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.